NDA സഖ്യം ഉപേക്ഷിച്ച് UDFിലേക്ക് ചേക്കേറാനുള്ള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ വാക്കുകളിലേക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രസൻറ്റ് നിലപാടെന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാട്? ഇപ്പോൾ പറയുന്നത് UDFിലേക്കുള്ള ഒരു ചെറിയ വിവാദമായിട്ടുണ്ട്. UDFിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനത്തിന് ഈ ഒരു തൽസ്ഥിതി ഇപ്പോഴത്തെ നിലപാടെന്താണ്? ഇപ്പോഴത്തെ നിലപാട് ഈ UDFിൽ പോകുന്ന കാര്യം പറഞ്ഞത് ചർച്ച ചെയ്തൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ നിലപാട് NDA തന്നെയാണ് നിൽക്കുന്നത്. 11-ാം തീയതി അമിത്ഷാ NDAയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. സജീവമായിട്ട് NDAയുടെ വൈസ് ചെയർമാനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ചർച്ച നടത്തിയാന്ന് ചോദിച്ചാൽ അതിലൊന്നും തർക്കിക്കാനില്ല. ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ്റെ സമയമാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ താല്പര്യമുണ്ടോ? അങ്ങനെ വല്ല വാഗ്ദാനങ്ങളുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കോവളമായിരുന്നു. തവണ അത് മാറ്റി പാറശാല കിട്ടിയാൽ കൊള്ളാമെന്ന് സംസാരിച്ചിട്ടുണ്ട്. പാറശാല മത്സരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ശ്യാംലേജ് മാടാരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം വെച്ച് ജയസാധ്യതയുണ്ട്. നമ്മുടെ ഷൈൻ പുള്ളി അവിടെ പാറശാലക്കാരനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതായത് UDFിൽ നിന്ന് ഇപ്പോട്ട് വന്ന ഒരു നേതാവുണ്ടല്ലോ. അല്ല, തിരുവനന്തപുരം നിയമമണ്ഡലം. എല്ലാവരും മത്സരിക്കട്ടെ. നമുക്ക് എന്തായാലും സീറ്റ് കാണും. അപ്പോൾ ഇപ്രാവശ്യം BJP അധികാരത്തിൽ വരുമോ? BJP അധികാരത്തിൽ വന്നില്ലെങ്കിൽ ജില്ലയിൽ 7 സീറ്റ് പിടിക്കും. ഈ ജില്ലയിൽ അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ അല്ല, തിരുവനന്തപുരത്ത് പിടിക്കും. ജില്ലയിൽ നിയമമൊക്കെ നല്ല 20,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ പിടിക്കും. അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് പിടിക്കും, കാട്ടാക്കട പിടിക്കും, കഴക്കൂട്ടം, ഇങ്ങനെ പല ഭാഗങ്ങളിലും പണ്ടത്തെ പോലെ അല്ലല്ലോ, നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പിടിക്കും. നാടാർ സമുദായത്തിന് പ്രാമുഖ്യം ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ. നാടാർ സമുദായത്തിന് എല്ലാവരും ഒരു 3-4 സീറ്റ് നിർത്തും. കോൺഗ്രസ് നിർത്തും, കമ്മ്യൂണിസ്റ്റ് നിർത്തും. ഈ ജില്ലയിൽ ഭൂരിപക്ഷം 50% നാടാർ സമുദായമാണ്. അത് ഇത്തവണ BJP ഉൾക്കൊള്ളുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഉൾക്കൊണ്ടാലേ അവർക്കും ഈ ജില്ലയിൽ പൂർണ്ണ വിജയം കിട്ടും. ഈ പാറശാലയ്ക്കപ്പുറം എല്ലാം BJP നാടാരെ പരിഗണിച്ച് കേന്ദ്രമന്ത്രിയും ഗവർണറും MLA-മാരെയൊക്കെ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ആ പരീക്ഷണം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയാൽ പൂർണ്ണ വിജയത്തിലാവും. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോർപ്പറേഷനിൽ BJP കീഴടക്കി. എന്താണ് അഭിപ്രായം? അല്ല, അത് നമ്മൾ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം. അത് ഒരു മാസം കൊണ്ടുണ്ടായതല്ലല്ലോ. നേരത്തെ അതിൻ്റെ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വിജയത്തിലെത്തി. അത് ജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിലുള്ള പ്രവർത്തിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഭാരവാഹിത്വമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശ്രീലേഖ അവസാനം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പിന്തള്ളി എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, ആ അഭിപ്രായത്തിന് എന്തിനും ഒരു ഇതില്ല. ശ്രീലേഖയ്ക്കില്ലാത്ത അഭിപ്രായമാണത്. സ്വാഭാവികമായിട്ട് അർഹതയുള്ള ആളുടെ കരങ്ങളിൽ തന്നെ എത്തിയിട്ടുള്ളത്. നല്ല പരിജ്ഞാനമുള്ള വീരായേഷിനെ പോലുള്ളവർക്ക് നയിച്ചു പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിയമസഭാ ഇലക്ഷൻ കീഴടക്കാനുള്ള ഉറപ്പായിട്ട് ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഓക്കെ, സന്തോഷം.